നമ്മുടെ സ്വപ്നങ്ങളെ നമുക്കല്ലേ അറിയൂ. സത്യമാകുന്നത് വരെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. മറ്റുള്ളവരെയൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളുടെ ലൈഫിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് മുന്നോട്ട് പോവുക. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ എൻ്റെ ഒരു പരിപാടി രാവിലെ തന്നെ ഞാൻ 2025 പ്ലാനർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലായിരുന്നു. മോൾ എല്ലാ വർഷവും ഒരു പ്ലാനർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് വെച്ച് അവർ ചെയ്തതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ പുതിയ ഡയറിയിൽ ഞാൻ ഈ വർഷത്തെ ഒരു പ്ലാനർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള എൻ്റെ ലൈഫിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ചേഞ്ചിൻ്റെ ഒരു ഇതാണ്. കാരണം ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുകയും നമ്മളുടെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് തന്നെ പിന്നീട് ഓർത്ത് വയ്ക്കാനും ഒക്കെ ആയിട്ട് പ്ലാനർ നല്ലതാണ്. അപ്പോൾ ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. കുറേ കാലമായിട്ട് പെന്ന് ഉപയോഗിക്കാത്ത എനിക്ക് പെട്ടെന്ന് പെന്നും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കൈ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുക, കുറേ നേരം പെന്ന് പിടിക്കുമ്പോൾ വേദനിക്കുക, ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് മാറി കുറേ കാലം നമ്മളൊന്ന് ചെയ്യാതിരുന്നാൽ പിന്നീട് അതിലേക്ക് വരിക എന്ന് വെച്ചാൽ ഭയങ്കരമായ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിമ്മിഷ്ടം എനിക്കുണ്ട്, എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഓരോ പ്ലാനായിട്ട് ഞാൻ ചിത്രങ്ങളൊക്കെ വരച്ച് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഓരോ കളറൊക്കെ അടിച്ചിങ്ങനെ ഞാൻ പ്ലാനർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഓരോ വർഷത്തെയും ലൈഫ് നമുക്കിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊരു ബോധം വരുമ്പോൾ അടുത്ത വർഷം അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, അടുത്ത വർഷം വെറുതെ വേസ്റ്റാക്കി കളയരുത് എന്നുള്ള ചിന്തയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാനും കുറേ ബുക്കുകളൊക്കെ വാങ്ങാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. നമുക്ക് വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ചിന്തകൾ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വെളിയിൽ പോയിട്ട് കുറേ മീൻ വാങ്ങിയിട്ട് കൊണ്ടുവന്നു. ഒരാഴ്ചക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് വാങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒന്നിച്ച് മേടിച്ചു വന്നു. പെട്ടെന്ന് നല്ല ലാഭത്തിൽ കിട്ടിയപ്പോഴും നോക്കി മേടിച്ചതാണ്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ദൈവമേ, ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ എത്ര സമയമാകും എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചു. അതിൽ മസാലകൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊരു മസാല ഉണ്ടാക്കി. ഈ മസാല ഇതിൽ നല്ലോണം തേച്ച് കൊടുത്ത് ഇതുപോലെ ബോക്സിലിട്ട് ഞാൻ ഫ്രീസറിലെടുത്ത് വെക്കും. ഫ്രീസറിലെടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരു ദിവസം നമുക്ക് എത്ര മീൻ വേണോ അത്രയും മീൻ മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആകുമ്പോൾ നമ്മൾ അന്ന് എടുക്കുന്ന ദിവസം തന്നെ നമുക്കത് മുഴുവൻ യൂസ് ചെയ്യാം. പിന്നീട് നമ്മളത് രണ്ടാമതെടുത്ത് ഫ്രീസറിൽ തിരിച്ചു വെക്കാതിരിക്കുന്നതാണ്. മസാലകളെല്ലാം ആദ്യം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഓരോന്നായിട്ട് ഇപ്പോൾ എനിക്കൊരു സംശയം, ഈ മസാല മൊത്തം മീനിന് മതിയാവുമോ എന്ന് ഞാനിങ്ങനെ അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മൈൻഡിൽ അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനത് ഓരോന്നായിട്ട് ക്ലോസ് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെക്കാൻ തുടങ്ങി. ഒന്ന് കഴിയുമ്പോൾ അടുത്തതെടുക്കും. അങ്ങനെ അത് ഓരോ ബോട്ടിലെടുക്കുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ച് കഴുകുന്നുണ്ട്. മീൻ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒന്നായിട്ട് എടുത്ത് ഞാൻ ഫ്രീസറിലേക്ക് ബോക്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇറശ്ശേരി ഉണ്ടാക്കി. ചോറ്, ഇറശ്ശേരി എല്ലാം റെഡിയായിട്ടുണ്ട്. പിന്നെ ഒരു 8 കഷ്ണം എടുത്തിട്ട് ഞാൻ മീൻ നന്നായിട്ട് വറുത്തു. അങ്ങനെ അതെല്ലാം വറുത്തതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് എനിക്ക് പുറത്ത് പോകാനുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഞാൻ റെഡിയായി. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിൽ പറയുന്നത് കേട്ടോ. ആ പോകുന്ന വഴിയിലുള്ള എനിക്ക് വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ദന്തൽ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കുള്ള പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രസമല്ലേ ഈ സൈഡിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. പെയിന് ഉണ്ടാവില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ എന്തായിരിക്കും അവസ്ഥ ഒന്നും അറിയില്ല. അപ്പോൾ ഉള്ളിൽ ചെറിയ ടെൻഷനുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനോട് കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അമ്പത്തൂർ.
അപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്ന് വിചാരിച്ച പോലെയല്ല, ഒരുപാട് ആളുകളുണ്ട്. ഇവർ ഇത് ക്രിസ്മസിന് ഇതെല്ലാം അലങ്കരിച്ച് വെച്ചാണ് കേട്ടോ. അതിൻ്റെ മുന്നേ ക്രിസ്മസ് ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴൊന്നും എനിക്ക് വേദന തോന്നിയില്ല. പക്ഷേ കാറിലിരുന്ന് കാറൊക്കെ കുലുങ്ങാൻ തുടങ്ങിയപ്പം എനിക്ക് എന്തൊക്കെയോ ഒരു വിമിഷ്ടം, ഒരു തലകറക്കം പോലെയോ എന്തൊക്കെയോ ഒരു വല്ലായിക എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് ചെറുതായിട്ട് വേദന തുടങ്ങി. ഡോക്ടർ പെയിൻ കില്ലറൊക്കെ തന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദിവസം അവർ പറയുന്ന രീതിയിലുള്ള ഇതൊക്കെ ആയിരിക്കാം. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഈവനിങ് ഒക്കെ ആയപ്പോൾ വിചാരിച്ചു പല്ലൊക്കെ വല്ലാതെ വേദന തുടങ്ങി, എന്നാലും ഒച്ച് മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വറുത്തരച്ച് മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയൊക്കെ നല്ലോണം വറുത്തരച്ച് ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ വേദന ഒരു സൈഡ് ഇങ്ങനെ ഉണ്ട്, എന്നാലും നമ്മൾക്ക് ചെയ്യാൻ എന്താ പറയുക, നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ ഞാൻ ശരിയെന്നാൽ കുറച്ച് മീൻകറിയൊക്കെ രാത്രിയൊക്കെ ഉണ്ടാക്കാൻ നാളെ യൂസ് ചെയ്യാം. അപ്പോൾ ശരിക്കും നന്നായിട്ട് തേങ്ങ നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം മസാലകളൊക്കെ ചേർത്ത് പിന്നെ അത് ഒന്ന് തണുത്ത് വരുമ്പോൾ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കുക. ആ അരച്ച അരപ്പിൽ നമ്മൾ മീനൊക്കെ ഇട്ട് നല്ല ഒരു വറുത്ത കറി ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അതൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതായത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് ഞാൻ പെട്ടെന്ന് അരച്ചെടുത്തു. പെട്ടെന്ന് കറിയാവാൻ വേണ്ടി എളുപ്പത്തിൽ ചെയ്തതാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് വരട്ടി ഈ ഒരു പരുവ ആവുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അരപ്പ് ചേർക്കുക. അങ്ങനെ ഞാൻ അരപ്പ് ചേർത്തു. അതിന് ശേഷം ഞാൻ മീൻ അതിലേക്ക് ചേർത്തു. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെക്കുക. നമ്മൾ മീൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജില്ലകളിൽ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ വറുത്തരച്ച് മീൻ കറി ഞാൻ കൊല്ലത്ത് വന്നതിന് ശേഷമാണ് ഞാൻ പഠിക്കുന്നതൊക്കെ. പക്ഷേ അവർ വെക്കുന്ന രീതി തന്നെയാണോന്നൊന്നും എനിക്കറിയില്ല. അത് ഇങ്ങനെ കേട്ട് പഠിച്ചു. പക്ഷേ പിന്നീടൊക്കെ എനിക്ക് എൻ്റേതായ രീതിയിലാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെയാണ്, നമുക്ക് നമ്മളുടേതായ ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കുറച്ച് മീൻ ഞാൻ ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാ അരപ്പും അതിൽ ചേർത്ത് നന്നായി ഇളക്കി ഇതൊന്ന് തിളപ്പിച്ച് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കപ്പയും കൂടെ പിന്നെ ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ മീൻകറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.